ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് സാമാന്യം നല്ലപോലെ ലഭിച്ചൊരു സീരീസായിരുന്നു ഹോട്ട്സ്റ്റാറിൻ്റെ ആദ്യത്തെ മലയാളം സീരീസായ കേരള ക്രൈം ഫയൽസ് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. കൺവെൻഷണലായിട്ട് ഒരു സിനിമയ്ക്ക് യോജിക്കുന്ന തിരക്കഥയെ ഒരു സീരീസിന് വേണ്ടി മാറ്റിപ്പണിഞ്ഞതുപോലെയുള്ള ഒരു തിരക്കഥയായിരുന്നു ആദ്യ സീസണിന് ഉണ്ടായിരുന്നത്. പോലീസുകാരുടെ വ്യക്തിജീവിതം കാണിക്കുന്ന ഭാഗങ്ങളായിക്കോട്ടെ, പല എപ്പിസോഡുകളുടെയും ക്ലിഫ് ഹാങ്ങർ പോയിന്റുകളായിക്കോട്ടെ, അവയ്ക്കെല്ലാം സ്വല്പം ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ളതായിട്ട് തോന്നിയിരുന്നു. എന്നാൽ അഹമ്മദ് കബീർ ഒരുക്കിയിട്ടുള്ള കേരള ക്രൈം ഫയൽസിന്റെ രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ കഥ പറച്ചിൽ വളരെയധികം ഗ്രിപ്പിംഗ് ആകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയതിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിരുന്ന കിഷ്കിന്ധാകാന്ഡത്തിന്റെ രചയിതാവായിട്ടുള്ള ബാഹുൽ രമേശ് എഴുതിയിട്ടുള്ള ഈ രണ്ടാം സീസൺ ഒട്ടും സ്പൂൺ ഫീഡ് ചെയ്യാൻ ശ്രമിക്കാതെ വളരെ സട്ടിലായിട്ട് ആവശ്യമായ ഇൻഫർമേഷനുകൾ പ്രേക്ഷകരിലേക്ക് പാസ് ചെയ്തുകൊണ്ട് ഒരിക്കൽ പോലും ഗ്രാഫ് ഡ്രോപ്പ് ആവാതെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ത്രില്ലറാണ്. കണിയാർവിള എന്ന തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കാര്യമായ സ്ഥാനചലനങ്ങൾ സംഭവിക്കുന്നു. ഏറെക്കുറെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഗുണ്ടാബന്ധം ചൂണ്ടിക്കാണിച്ച് സ്ഥലം മാറ്റുന്നു. എന്നാൽ ഇതിനിടയിൽ ഇങ്ങനെ സ്ഥലം മാറ്റം ലഭിച്ച അമ്പിളി രാജു എന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കാണാതായതായിട്ട് പുതുതായിട്ട് ചാർജ് എടുത്ത ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിക്കുന്നു. കാണാതായ അമ്പിളി രാജുവിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ രണ്ടാം സീസണിൽ കാണുന്നത്. ആദ്യത്തെ സീസണുമായിട്ട് ട്രീറ്റ്മെന്റ് ലെവലിൽ കാര്യമായ വ്യത്യാസം രണ്ടാം സീസണിനുണ്ട്. ഒരർത്ഥത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ രസക്കൂട്ട് തന്നെയാണ് ബാഹുൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയാം. പക്ഷെ അതിൻ്റെ സ്വാദ് ഇപ്പോഴും മടുക്കാത്തത് കൊണ്ട് ഏറെക്കുറെ അതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് കേരള ക്രൈം ഫയൽസ് രണ്ടാം സീസൺ. തിരക്കഥയുടെ സ്ട്രക്ചർ തന്നെയാണ് ഇതിനെ വളരെ എക്സൈറ്റിംഗ് ആക്കുന്നത്. നോൺ ലീനിയർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള പല സീനുകളും നമ്മളെ ഡിസീവ് ചെയ്യുന്നു എന്നൊരു ഇല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിലുള്ള പിക്ചർ കാണുമ്പോൾ ഒരാവശ്യവുമില്ലാത്ത സീക്വൻസിനെ അനാവശ്യമായിട്ട് പ്രാധാന്യം കൊടുത്തതല്ല എന്ന് അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അമ്പിളി രാജു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ രീതികളും പശ്ചാത്തലവും എല്ലാം കാണിക്കുന്ന ഭാഗം നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്റ്റഡി കൂടിയാണ് അവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സീരീസിൽ സംശയത്തിന്റെ നിഴലിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളെയും ആ രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാം സീസണിൽ എനിക്ക് വർക്ക് ആകാഞ്ഞൊരു പ്രധാന സംഭവമായിരുന്നു അതിലെ കുറെ അധികം സബ്പ്ലോട്ടുകൾക്ക് ഉണ്ടായിരുന്ന പ്രാധാന്യമില്ലായ്മ. അതായത് അതിലെ പല സബ്പ്ലോട്ടുകളും ഇല്ലായിരുന്നെങ്കിലും പ്രധാന കഥയ്ക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. എന്നാൽ ഈ സീസണിലുള്ള മൾട്ടിപ്പിൾ ട്രാക്കുകളിലെല്ലാം ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഡോഗിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓരോ നായയ്ക്കും ഓരോ പേർപ്പസ് ഉണ്ട് ആൻഡ് അത് കഥയുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോകുന്നുണ്ട്. കഥയുടെ ഓരോ ഘട്ടത്തിലും ഓരോരോ നായകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. വേണമെങ്കിൽ ഈ നായകളാണ് ഈ നരേറ്റീവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വരെ പറയാം. ഒന്നാം സീസണിലെ കുറച്ച് കഥാപാത്രങ്ങളെ രണ്ടാം സീസണിലും നിലനിർത്തിയിട്ടുണ്ടെങ്കിലും കഥകൾ തമ്മിൽ വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഒന്നാം സീസൺ തീർച്ചയായും കണ്ടിരിക്കണം എന്നൊരവസ്ഥ ഇവിടെയില്ല. രണ്ടാം സീസണിന് ഒരു ഹൂഡണിറ്റ് ത്രില്ലറിന്റെ സിൻടാക്സ് ഉണ്ടെങ്കിലും സീരീസ് സ്കോർ ചെയ്യുന്നത് അവസാന ഭാഗങ്ങളിലേക്ക് ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് പോകുമ്പോഴാണ്. അഞ്ചാമത്തെ എപ്പിസോഡിന്റെ തുടക്ക ഭാഗത്ത് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി എന്ന നിലയിലേക്ക് നമ്മളെ കൊണ്ട് ഊഹിപ്പിക്കാൻ ബാഹുലിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ കഥ പോകും എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഒന്നിലധികം കഥാപാത്രങ്ങൾ പോലീസിന് മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അവരുടെ മൊഴികൾ പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ പോലീസ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് സീരീസ് പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം പ്രേക്ഷകനെ ചാലഞ്ച് ചെയ്യുന്നത് തന്നെയാണ് ഈ സീരീസിനെ എൻഗേജിങ് ആക്കുന്ന ഒരു മേജർ ഫാക്ടർ. വളരെ ഓർഗാനിക് ആയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. തുടക്കക്കാരനായ നോബിളിനെ കേസ് ഏൽപ്പിക്കുന്നത് കൊണ്ട് ഏറെക്കുറെ പ്രേക്ഷകന്റെ അതേ വ്യൂ പോയിന്റിൽ നിന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിൽ അപർണ എന്ന കഥാപാത്രത്തെ ബാഹുൽ ഉപയോഗിച്ചതും ഏറെക്കുറെ ഇതേപോലെയാണ്. അജു വർഗീസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം കഥയിലേക്ക് കടന്നു വരുന്നതും വളരെ നാച്ചുറൽ ആയിട്ടാണ്. ആൻഡ് ആ ഒരു ട്രാക്ക് സീരീസിന്റെ ക്യാൻവാസിനെ കുറച്ചുകൂടെ വലുതാക്കുന്നുണ്ട്. ക്യാരക്ടർ ഡിസൈനുകളും രണ്ടാം സീസണിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇന്ദ്രൻസ് അവതരിപ്പിച്ചിട്ടുള്ള അമ്പിളി രാജുവും ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ചിട്ടുള്ള അയ്യപ്പനും തമ്മിലുള്ള ബന്ധം വളരെ വിചിത്രവും അതേസമയം വളരെ കൗതുകം ഉണ്ടാക്കുന്നതുമാണ്. ഇതിലെ വില്ലൻ എന്ന് പറയാവുന്ന കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറിക്കും ഐഡന്റിറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തിപ്പിക്കുന്ന കുറച്ച് ലെയറുകളുണ്ട്. രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ അജു വർഗീസിൽ നിന്നും അർജുൻ രാധാകൃഷ്ണൻ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോബിൾ ഒരു തുടക്കക്കാരനാണ്. അയാൾക്ക് ആദ്യം തന്നെ കിട്ടുന്നത് ഇത്തരത്തിലുള്ള കുഴപ്പം പിടിച്ചൊരു കേസാണ്. ആ കേസിലൂടെ ആ കഥാപാത്രം അച്ചീവ് ചെയ്യുന്ന പക്വത നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ അർജുന് സാധിക്കുന്നുണ്ട്. ടെൻഷൻ വരുമ്പോഴോ ഫ്രസ്ട്രേഷൻ വരുമ്പോഴോ അലറി വിളിക്കുന്ന ഒരാളായിട്ടല്ല അഹമ്മദ് കബീർ നോബിളിനെ അവതരിപ്പിക്കുന്നത്. ആ ഒരു റിസ്ട്രെയിൻ ഒരർത്ഥത്തിൽ അർജുന്റെ പെർഫോമൻസിനെ ബെറ്റർ ആക്കുന്നുണ്ട്. CI കുര്യൻ എന്ന കഥാപാത്രത്തെ ലാൽ വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു. ഇത്തവണ ആ കഥാപാത്രത്തിന്റെ മൂഡ് കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. പല എപ്പിസോഡുകളിലായി കുറച്ച് സീനുകളിലൂടെ വേണമെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു റോളാണ് അജു വർഗീസ് ഈ സീസണിൽ ചെയ്തിട്ടുള്ളതെങ്കിലും പുള്ളിയുടെ പെർഫോമൻസിന് നല്ലൊരു ഈസ് ഉണ്ടായിരുന്നു. സർവീസിലുള്ള അനുഭവ സമ്പത്ത് വെച്ച് ഒരു ഉദ്യോഗസ്ഥനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പക്വതയും കാംനെസ്സും ഒക്കെ പുള്ളിയുടെ പെർഫോമൻസിൽ വരുന്നുണ്ട്. അൺകൺവെൻഷണൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് ചോയ്സുകൾ ഒരു പരിധിവരെ ഒന്നാം സീസണിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അജു വർഗീസ് പോലീസ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പുതുക്കവും പ്രത്യേകതയും തോന്നുന്ന ഒരു ഐഡിയ ആയിരുന്നു. ഈ ഒരു കാസ്റ്റിംഗ് പുതുമ രണ്ടാം സീസണിൽ അവർ പരീക്ഷിച്ചിട്ടുള്ളത് ശ്രീ ഇന്ദ്രൻസിനെയും ഹരിശ്രീ അശോകനെയും ഉപയോഗിച്ചിട്ടാണ്.
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പല സിനിമകളിലും ഇന്ദ്രൻസിനെ നമ്മൾ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഡാർക്ക് കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലെ അമ്പിളി രാജുവിൻ്റെ ഫിലോസഫികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ മുരടനായിട്ടുള്ള അയ്യപ്പൻ എന്ന കഥാപാത്രത്തെ ഹരിശ്രീ അശോകനും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. മിതമായ ഡയലോഗുകളുള്ള ഇവരുടെ രണ്ടുപേരുടെയും ചില കോമ്പിനേഷൻ സീനുകൾ കാണുമ്പോൾ ഇതേ കോമ്പിനേഷനാണ് പണ്ട് നമ്മളെ നിർത്താതെ ചിരിപ്പിച്ച പഞ്ചാബി ഹൗസിലെ മിണ്ടാതിരിയടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്, ഇതെല്ലാം കാണിച്ച് ചിരിപ്പിച്ചത് എന്ന കാര്യം നമ്മൾ ശരിക്കും മറന്നുപോകും. രഞ്ജിത്ത് ശേഖറിന് ഒരു മുഴുനീള കഥാപാത്രത്തെ ലഭിച്ചിട്ടുണ്ട് ഈ സീരീസിൽ. നടൻ സിറാജുദ്ദീന് സ്ഥിരം കിട്ടുന്ന കലിപ്പൻ കഥാപാത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള ഒരു റോളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഫറാസ് ഷിബ്ല, നവാസ് വള്ളിക്കുന്ന്, സഞ്ജു സനിജൻ, നൂറിൻ ഷെരീഫ്, ജിയോ ബേബി എന്നിവരൊക്കെയാണ് വലിയ താരനിലയിലെ ചില പ്രധാന പേരുകൾ. കിഷ്കിന്ധാകാന്ഡം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ മനസ്സിലാകും, സംഭവം ചച്ചുവിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ എന്ന പോലെയാണ് സിനിമ തുടങ്ങുന്നതെങ്കിലും ആര് എന്ത് എന്നതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രാധാന്യമില്ലാതായിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട്. സിനിമ കഴിയുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. കേരള ക്രൈം ഫയൽസിന്റെ 2ാം സീസണിൽ ബാഹുൽ കഥാപാത്രങ്ങളുടെ അവസ്ഥയെ കാണിച്ച് നമ്മളിൽ സഹതാപമൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ ഏറ്റവും അവസാനം സ്പെക്ട്രത്തിന്റെ 2 അറ്റങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഒരേ സമയത്ത് ചിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ഒരർത്ഥത്തിൽ ഈ സീരീസിന്റെ മികവ് എന്ന് പറയുന്നത് ട്രാജിക്കായ ആ ഒരു സിറ്റുവേഷനിലും ആ ചിരിയിലൂടെ ഒരു ഹൈ മൊമെന്റ് ക്രിയേറ്റ് ചെയ്തെടുത്തു എന്നത് തന്നെയാണ്. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്